MLA PV അൻവർ ഇപ്പോൾ ഇവിടെ ചേരുന്നുണ്ട്. എന്താണെങ്കിലും ചുങ്കത്തറയിലെ ഒരു ഭരണമാറ്റം അത് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമായിരിക്കുമല്ലോ. അല്ല, ഭരണമാറ്റം വോട്ട് ചെയ്ത് കഴിയണം. ഭരണമാറ്റം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അവിശ്വാസം രേഖപ്പെടുത്താനാണ് ഇവിടെ എല്ലാവരും സന്നിധരായിരിക്കുന്നത്. നിലവിലുള്ള LDFന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെയാണ് അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കും. തീർച്ചയായിട്ടും അതിലേറെ പ്രസക്തി ഇന്ന് കരുളായിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. 397 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. മുമ്പ് 62 വോട്ട് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക് UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തോടൊപ്പം പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നില്ല കേരളവും നിലമ്പൂരും. അപ്പോൾ ഈ രാഷ്ട്രീയം ഇത് കേരളത്തിൽ മൊത്തത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ നേരിടാൻ പിണറായിക്ക് ഏക മാർഗം ഈ ഗുണ്ടായുസവും പോലീസുമാണ്. അതാണ് ഇവിടെ കണ്ടത്. നിലമ്പൂരിൽ വലിയൊരു അടിയൊഴുക്ക് UDF അനുകൂലമായിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ 2ാമത്തെ സീറ്റ്, അവിടെ രണ്ട് ജില്ലയിലെ 2 ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. അത് LDFന്റെ കയ്യിലായിരുന്നു. അത് 260 വോട്ടിന് UDF ജയിച്ചു. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇത് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ ചിത്രമാണ്. അത് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലതാണ്. എല്ലാം പ്രതിഫലനം ഉപതെരഞ്ഞെടുപ്പുണ്ടാവും ചെയ്യും അല്ലേ? 100%. അതിലൊരു തർക്കമില്ല. ഉപതെരഞ്ഞെടുപ്പിനായിട്ട് ഇത് പ്രതിഫലിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇതിലേറെ ശക്തമായി പ്രതിഫലിപ്പിക്കും. അതിന്റെ പണികൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞില്ല. തനിക്ക് PV അൻവറിന് ഇവിടെ മണ്ഡലത്തിൽ ഒരു സ്വാധീനവും ഇല്ലെന്ന് പറഞ്ഞ് LDFനുള്ള ഒരു മറുപടി ആയിട്ടായിരിക്കും ചുങ്കത്തറയിൽ ആദ്യത്തെ അവിശ്വാസ പ്രേമത്തിന്റെ പാസ്സാവും അല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. PV അൻവർ പോയിട്ട് ഒരു രോമവും പോയിട്ടില്ല എന്ന് പറഞ്ഞത്. രോമം ശരി, എനിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പഞ്ചായത്ത് പോയി, ഇപ്പൊ ഒരു വാർഡ് പോയി, കേരളം ആകെ പോകുന്നു. ഇനിയിപ്പോ ഈ റിസൾട്ട് വന്നാൽ ഒരു പഞ്ചായത്ത് കൂടി ചിലപ്പോൾ പോകും. അത്രേ പറഞ്ഞു. രോമൊന്നും പോയിട്ടില്ല. അത് പറഞ്ഞത് ശരിയാണ്. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് PV അൻവർ നിൽക്കുന്നത്. മണ്ഡലത്തിൽ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഇടതുപക്ഷത്തിന് ശക്തമായ മറുപടിയായിരിക്കും ഈ ചുങ്കത്തറയിലെ ഭരണമാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ചുങ്കത്തറയിൽ നിന്നും CV അനുമോദ്, News 18.